ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സംസ്ഥാനത്ത് പൊതുവിതരണ രംഗത്ത് സേവനം ചെയ്യുന്ന റേഷൻ വ്യാപാരികൾക്ക് മാത്രമാണ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത്. ഭക്ഷ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് വിഹിതം കുറച്ചും കമ്മീഷൻ നൽകാതെയും വ്യാപാരികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് കേരള സർക്കാർ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സ്വാശ്രയ മാനേജ്മെന്റുകളിൽ നിന്നും കോഴ വാങ്ങിയാണ് സർക്കാർ ഒത്തുകളിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. BJP സംസ്ഥാന കൌൺസിൽ യോഗം കോഴിക്കോട്ട്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം അനിശ്ചിതത്വത്തിൽ, പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. ശമ്പളം ലഭിക്കാത്തതിനെതിരെ സമരവുമായി KSRTC തൊഴിലാളികൾ. KSRTC ഡിപ്പോയിൽ ജീവനക്കാരുടെ ഉപവാസം. വിശദമായ വാർത്തകളിലേക്ക്. സ്വാശ്രയ മാനേജ്മെന്റുകളിൽ നിന്നും കോഴ വാങ്ങിയാണ് സർക്കാർ ഒത്തുകളിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. BJP സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാതല ചർച്ചകളും പുതിയ നയതീരുമാനങ്ങളുമാണ് BJP സംസ്ഥാന സമിതി യോഗം കോഴിക്കോട് ചർച്ച ചെയ്തത്. മലബാർ പാലസിൽ നടന്ന സംസ്ഥാന സമിതി യോഗം നളിൻകുമാർ കട്ടിൽ MP ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, MT രമേശ്, BJP ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ, V മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സമകാലീന വിഷയങ്ങളും പാർട്ടിയുടെ നയസമീപനങ്ങളുമാണ് യോഗത്തിൽ ചർച്ചാ വിഷയമായത്. സ്വാശ്രയ മാനേജ്മെന്റിൽ നിന്ന് കോഴ വാങ്ങിയാണ് സർക്കാർ ഒത്തുകളിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിന്നെന്നും വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് ഇത് സംരക്ഷണമായെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. ഇതിനകത്ത് വലിയ കോഴ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. സ്വാശ്രയ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പാവപ്പെട്ട വിദ്യാർത്ഥികളെ ബലിയാടാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പ് അവഗണിച്ചത് ഭീകരവാദം കേരളത്തിൽ വളരാൻ സഹായകരമായി. ഭീകരവാദത്തിനെതിരെ തിരിഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധമാകുമോ എന്ന മുൻവിധിയാണ് ഇതിന് കാരണം. ഭീകരവാദത്തിനെതിരെ ആരെങ്കിലും നീങ്ങിയാൽ അത് മുസ്ലിം വിരുദ്ധമാകുമോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിനുള്ളത്. IS വിഷയം സംബന്ധിച്ച് ശനിയാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ നടത്തും. ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. താഴെത്തലത്തിലുള്ള പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ബൂത്ത് സംസ്ഥാനതല പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം അനിശ്ചിതത്വത്തിൽ, കിഴക്കേ നടക്കാവിൽ സമരസംഘം കൂട്ടനിരാഹാരം നടത്തി. സമരം ഡോക്ടർ A അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കിഴക്കേ നടക്കാവിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കൂട്ടനിരാഹാര സമരം ആരംഭിച്ചു. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്റെ വിദ്യാർത്ഥിയായിരുന്ന TK അബ്ദുൽ ലത്തീഫ് ഹാജിക്ക് മാലയിട്ടുകൊണ്ട് ഡോക്ടർ A അച്യുതൻ സമരം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി P വാസു അഭിവാദ്യങ്ങളും അർപ്പിച്ചു. കഴിഞ്ഞ 18 വർഷമായി നടക്കാവിൽ റോഡ് വികസനത്തിനായി സമരം നടക്കുകയാണ്. 1.5 വർഷം നീണ്ടുനിന്ന സമരത്തെ തുടർന്നാണ് ഈ റോഡിൽ ആദ്യത്തെ വികസനം എരഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്നത്. തുടർന്ന് നിരന്തരമായ ജനകീയ മുന്നേറ്റത്തിന്റെ ഫലമായി സർക്കാർ സമഗ്രമായ പദ്ധതി റോഡ് വികസനത്തിനായി ആവിഷ്കരിച്ചു. 2 മാസം മുമ്പ് വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് അരമണിക്കൂർ നേരം കിഴക്കേ നടക്കാവിൽ റോഡ് ഉപരോധിച്ചതോടെയാണ് ഭരണകൂടത്തിനു മുമ്പിൽ നടക്കാവ് അപകട മേഖലയായി രേഖപ്പെടുത്തിയത്. ഏത് പദ്ധതിയിൽപ്പെടുത്തിയാലും സ്ഥലം ഏറ്റെടുത്ത് നടക്കാവ് ഭാഗത്തെ റോഡ് ഉടൻ വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൂട്ടനിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. വികസനം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 അനിശ്ചിതകാല നിരാഹാര സമരവും റോഡ് ഉപരോധവും ഹർത്താലും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സമരസംഘം അറിയിച്ചു. C നാരായണൻകുട്ടി നായർ, കൌൺസിലർമാരായ നവ്യ ഹരിദാസ്, P കിഷൻചന്ദ്, നടക്കാവ് പള്ളി ഇമാം സൈനുൽ ആബിദീൻ തങ്ങൾ, ക്യാപ്റ്റൻ ഭാസ്കരൻ നായർ, DCCI പ്രസിഡന്റ് KC അബു,
തുടങ്ങിയവർ പങ്കെടുത്തു. കെ പി സത്യകൃഷ്ണൻ, പി എം പ്രേമരാജൻ, കെ ഷൈജു, ഷാഹിദ്, പി ലോഹിതാക്ഷൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശമ്പളം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് KSRTC തൊഴിലാളി സംഘടനകൾ ഐകകണ്ഠേന സമരത്തിലേക്ക്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശമെന്നും തൊഴിലാളികൾ പറഞ്ഞു. KSRTCയുടെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോഴിക്കോട് നടക്കാവ് KSRT എംപ്ലോയി അസോസിയേഷൻ കെട്ടിടത്തിന് മുമ്പിൽ തൊഴിലാളികൾ നിരാഹാര സമരം ആരംഭിച്ചു. മാസശമ്പളം ഇതുവരേക്കും എത്താത്തതാണ് സമരത്തിന്റെ പ്രധാന കാരണം. പലപ്പോഴായി ഈ അവസ്ഥ ഇവർ നേരിട്ടു വരുന്നു. സാധാരണയായി മാസാവസാനമാണ് KSRT തൊഴിലാളികൾക്ക് ശമ്പളം അക്കൗണ്ടിലേക്ക് എത്താറ്. എന്നാൽ 5-ാം തീയതിയായിട്ടും ശമ്പളം ഇതുവരേക്കും എത്തിയിട്ടില്ല. എപ്പോൾ എത്തുമെന്ന കാര്യവും അനിശ്ചിതമാണ്. നിലവിൽ 96 ഡിപ്പോകളാണ് KSRTCക്ക് സ്വന്തമായുള്ളത്. ഓരോ തവണയും സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനായി ഡിപ്പോകൾ ബാങ്കുകൾക്ക് പണയം വെക്കാറാണ് പതിവ്. അവസാനത്തെ ഡിപ്പോയും ഇപ്പോൾ പണയം വെച്ചു കഴിഞ്ഞു. എന്നിട്ടും 4427.06 കോടി രൂപ കടം ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ശമ്പള പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കുമെന്നത് ചോദ്യമായിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് CITU, INTUC, AITUC തൊഴിലാളികൾ ഏകകണ്ഠേന സമരത്തിനിറങ്ങിയിരിക്കുന്നത്. എല്ലാ മാസവും പ്രതിസന്ധി വരും. എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് തൽക്കാലം ശമ്പളം തന്ന് ആ ബാധ്യത തീർക്കുക മാത്രമാണ് ചെയ്തത്. ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഇതിന്റെ ഭരിക്കുന്ന ഭരണക്കാരും മാനേജ്മെന്റും ഇതുവരെ ഈ സ്ഥാപനത്തിനോട് ചെയ്തിട്ടില്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പുനരുദ്ധാരണം നടത്താനും ശമ്പളം വിട്ടു നൽകാനും സർക്കാർ തയ്യാറാവണമെന്നും ഇല്ലെങ്കിൽ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് നീങ്ങുമെന്നും സംഘടനകൾ അറിയിച്ചു. ശമ്പളം വിട്ടു നൽകുന്നതിനായി CITU പ്രസിഡന്റ് ബാലകൃഷ്ണനും സെക്രട്ടറി T ആനന്ദനും നിരാഹാര സമരം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാശ്രയ വിഷയത്തിൽ യുവമോർച്ച കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. സ്വാശ്രയ വിഷയത്തിൽ ജില്ലയിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട് കലക്ടറേറ്റിനു മുന്നിൽ നടന്ന യുവമോർച്ച മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞുപോകാതെ മുദ്രാവാക്യം വിളിച്ച് സ്ഥലത്ത് കേന്ദ്രീകരിച്ചു. വീണ്ടും ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമത്തെ പോലീസ് ചെറുത്തെങ്കിലും ഒരു ബാരിക്കേഡ് തകർന്നു വീണു. തുടർന്ന് പോലീസ് കണ്ണീർവാതക പ്രയോഗം നടത്തി. സംഘർഷത്തെ തുടർന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP പ്രകാശ് ബാബുവിന് ദേഹാസ്വസ്ഥമുണ്ടായി. 2 പ്രവർത്തകർക്കും സാരമായ പരിക്കുകളുണ്ട്. അജി തോമസ്, പ്രഫുൽ കൃഷ്ണൻ, സതീഷ്, സുധീർ കുന്നമംഗലം, RS രാജീവ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ റേഷൻ വ്യാപാരികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പൊതുവിതരണ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരം നടത്തുമെന്നും ഒക്ടോബർ 8-ന് സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്തുമെന്നും ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി സംസ്ഥാനത്തിന്റെ അരിവിഹിതം ഭക്ഷ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. സർക്കാരിന്റെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെയാണ് റേഷൻ വ്യാപാരികൾ പ്രവർത്തിക്കുന്നത്. ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വെട്ടിക്കുറച്ച റേഷൻ ക്വാട്ട പുനഃസ്ഥാപിക്കുക, സൗജന്യ റേഷൻ വിതരണത്തിനായി ഉറപ്പു നൽകിയ കമ്മീഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, ഭക്ഷ്യസുരക്ഷ ഉടൻ നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഒക്ടോബർ 6-ന് വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂർവ്വമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടളി, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else.
not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. നവരാത്രി മഹോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി കോഴിക്കോട് പാളയം. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളായി പൊരിയുടെയും കരിമ്പിന്റെയും വിപണി സജീവമായി. നഗരത്തിലെ ദേവീക്ഷേത്രങ്ങളും നവരാത്രി ആഘോഷത്തിന്റെ നിറവിലാണ്. തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയവുമായി ക്ഷേത്രങ്ങളിൽ നവരാത്രി ഉത്സവത്തിന് തിരിതെളിഞ്ഞു. കോഴിക്കോട് തളി ക്ഷേത്രവും പരിസരവും നവരാത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദുർഗാഷ്ടമി മുതൽ വിജയദശമി വരെയുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. അന്ധകാരത്തിന്റെ പ്രതീകമായ മഹിഷാസുരനുമേൽ ദുർഗാദേവി നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി മഹോത്സവം ആചരിക്കുന്നത്. ആയുധപൂജയും വിദ്യാരംഭവുമെല്ലാം അരങ്ങേറുന്ന ഈ ദിവസങ്ങൾ ഭക്തർക്കും കച്ചവടക്കാർക്കും കരിമ്പ് കൃഷിക്കാർക്കും ഒരുപോലെ വിശേഷപ്പെട്ടതാണ്. നവരാത്രിയുടെ ഭാഗമായി ഏറ്റവും അധികം വിപണി കീഴടക്കുക പൊരിയും കരിമ്പുമാണ്. പച്ചരിപ്പൊരി, അവിൽപ്പൊരി, അരി വറുത്ത പൊരി, ചോളം പൊരി തുടങ്ങി വിവിധ ഇനം പൊരി വിഭവങ്ങളും കരിമ്പും വിപണിയിലെത്തും. തമിഴ്നാട്ടിലെ സേലത്തു നിന്നും മറ്റു ഉൾഗ്രാമങ്ങളിൽ നിന്നുമാണ് കരിമ്പും പൊരിയും എത്തുന്നത്. പൊരി പാക്കറ്റ് ഒന്നിന് 20 രൂപ നിരക്കിലാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. കരിമ്പ് ടൺ ഒന്നിന് 430 മുതൽ 480 രൂപ വരെ നിരക്കിലാണ് ഇറക്കുമതി ചെയ്യുന്നത്. കരിമ്പിന്റെ ഇലയുടെ നിറം മഞ്ഞയാകുന്നതിനനുസരിച്ച് വിപണിയിൽ മൂല്യം കുറഞ്ഞു വരുന്നു. കരിമ്പും പൊരിയും കൂടാതെ മുറുക്ക്, എള്ള് വിഭവങ്ങളും പൂജാ സാമഗ്രികൾക്കും പൂമാലകൾക്കും ആവശ്യക്കാരേറുന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെപ്പും വിജയദശമി നാളിൽ എഴുത്തിനിരുത്തലും നടക്കും. അഴകൊടി ദേവീക്ഷേത്രം, തൊണ്ടയാട് നാരകത്ത് ഭഗവതി ക്ഷേത്രം, വളയനാട് ദേവീക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തായാട്ട് ഭഗവതി ക്ഷേത്രം, തളി ക്ഷേത്രം, ചക്കോയത്തുകുളം ക്ഷേത്രം, പാളയം, പുതിയ കോവിലകം മാരിയമ്മൻ ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ ദുർഗാഷ്ടമി മുതൽ വിജയാഷ്ടമി വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം പൂജകളും കർമ്മങ്ങളും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഷരഹിതമായ പച്ചക്കറികൾ ശീലമാക്കുക, അതുവഴി ആരോഗ്യമുള്ള ജീവിതം വീണ്ടെടുക്കുക എന്ന മഹത്തായ സന്ദേശവുമായി ബേപ്പൂർ ഹൈസ്കൂൾ പ്രദേശവാസികൾ. ജൈവകൃഷിയിൽ അത്ഭുതകരമായ വിളവെടുത്തുകൊണ്ട് മാതൃകയാവുകയാണ് ഈ കൂട്ടായ്മ. വിഷരഹിതമായ പച്ചക്കറികൾ കൊണ്ടൊരൂണ്. അത്തരമൊരു കാലം സ്വപ്നം കണ്ടുകൊണ്ടാണ് കോഴിക്കോട് ബേപ്പൂർ ഹൈസ്കൂൾ പരിസരത്തെ ഒരു കൂട്ടം പ്രദേശവാസികൾ ജൈവകൃഷിയിലേക്ക് ഇറങ്ങിയത്. CPMന്റെ ജൈവകൃഷി ആഹ്വാനവും ഇവർക്ക് പ്രചോദനമായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീഷിന്റെ വീട്ടുപറമ്പിലായിരുന്നു കഴിഞ്ഞ വർഷം ജൈവകൃഷി നടത്തിയത്. ഈ വർഷം ബഷീറിന്റെ മകൾ ഷാഹിനയുടെ വീട്ടുപറമ്പ് ഇതിനായി തിരഞ്ഞെടുത്തു. ബേപ്പൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തിൽ ട്രാക്ടർ കൊണ്ട് പറമ്പ് വൃത്തിയാക്കി നിരപ്പാക്കി ശേഷം പച്ചക്കറികൾ ഇനം തിരിച്ച് ഇടവിട്ട് കൃഷി ചെയ്തു. ജൂലൈ മാസം ആരംഭിച്ച കൃഷിയിൽ ഒന്നാംഘട്ട വിളവെടുപ്പായി വെണ്ട, പയർ, ചീര, അമര, തക്കാളി, ചേമ്പ് തുടങ്ങിയ പച്ചക്കറികൾ വിളവെടുത്തു. 4 കിലോ വെണ്ടയും 5 കിലോ പയറും ലഭിച്ചിരുന്നു. വിളവെടുക്കുന്ന പച്ചക്കറികൾ അടുത്ത വീടുകളിലേക്ക് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. വിഷമയമല്ലാത്ത പച്ചക്കറികൾ തങ്ങളുടെ അവകാശമാണെന്നും ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിക്കേണ്ടതല്ലെന്നുമാണ് ഇത് കാണിച്ചു തരുന്നത്. തങ്ങളുടെ ജൈവകൃഷി ഇനിയും വ്യാപിപ്പിക്കുമെന്നും അതുവഴി വിഷരഹിതമായ ഭക്ഷണശീലം വീണ്ടെടുക്കാനാണ് താൽപര്യമെന്നും ഇവർ പറയുന്നു. അവനവന് വേണ്ടത് അവനവൻ തന്നെ കൃഷി ചെയ്ത് നല്ല ഭക്ഷണം ശീലമാക്കുക എന്ന മഹത്തായ സന്ദേശമാണ് ഇതുവഴി മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. VT കുമാരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള 2016 അവാർഡ് M ജയരാജിന്റെ മലയാള അച്ചടി മാധ്യമം ഭൂതവും വർത്തമാനവും എന്ന കൃതിക്ക് ലഭിച്ചു. ഒക്ടോബർ 11 കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും. കവിയും വിമർശകനുമായിരുന്ന VT കുമാരന്റെ സ്മരണയെ മുൻനിർത്തി VT കുമാരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള 2016 അവാർഡ് M ജയരാജ് എഴുതിയ മലയാള അച്ചടി മാധ്യമം ഭൂതവും വർത്തമാനവും എന്ന കൃതിക്ക് ലഭിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഒക്ടോബർ 11 കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വിതരണം ചെയ്യും. VT കുമാരൻ വെബ് പേജിന്റെ സമർപ്പണം MP വീരേന്ദ്രകുമാർ നിർവഹിക്കുമെന്നും വേണു കക്കട്ടിൽ, VT മുരളി, രാജേന്ദ്രൻ എടത്തുങ്കര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് വളയനാട് ദേവീക്ഷേത്രത്തിൽ പാൽക്കുളങ്ങര അംബികാദേവിയും സംഘവും സംഗീത കച്ചേരി നടത്തി. ക്ഷേത്രത്തിൽ മാനവേദ സംഗീതോത്സവത്തിലാണ് കച്ചേരി നടന്നത്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വളയനാട് ക്ഷേത്രത്തിൽ നടക്കുന്ന മാനവേദ സംഗീതോത്സവത്തിൽ ചൊവ്വാഴ്ച പാൽക്കുളങ്ങര അംബികാദേവി സംഗീത കച്ചേരി നടത്തി. ഗജവദന എന്നു തുടങ്ങുന്ന ഹംസധ്വനി രാഗം പുരന്ദരദാസ് കൃതിയോടെ ആരംഭിച്ചു. ബൗളരാഗത്തിൽ സ്വാതി തിരുനാളിന്റെ പാർവതി നായക, നാഗസുരാവലി രാഗത്തിൽ പട്ടം സുബ്രഹ്മണ്യരുടെ ഗരുഡഗമന, ഹമീർ കല്യാണിയിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ പുരഹര,
മുഗാരി രാഗത്തിൽ സ്വാതി തിരുനാളിന്റെ ഭഗവതി വിശ്വാസോ, കന്നഡ രാഗത്തിൽ ത്യാഗരാജസ്വാമിയുടെ നിന്നാട തുടങ്ങിയ രാഗങ്ങളിലൂടെ കച്ചേരി പുരോഗമിച്ചു. പാലക്കാട് ആർ സ്വാമിനാഥൻ, കല്ലേരിക്കുളങ്ങര ഉണ്ണികൃഷ്ണൻ, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് എന്നിവർ പക്കമേളത്തിൽ അകമ്പടി സേവിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മേയർ പി കുട്ടിക്കൃഷ്ണൻ നായർ അനുസ്മരണവും മുൻ പ്രസിഡന്റ് MV സയ്യിദ് മുഹമ്മദ്, മുൻ സെക്രട്ടറി ശ്രീശൻ നടുക്കണ്ടി തുടങ്ങിയവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. കലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് ആർട്സ് ലവേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ മേയർ പി കുട്ടിക്കൃഷ്ണൻ നായർ അനുസ്മരണവും മുൻ പ്രസിഡന്റ് MV സയ്യിദ് മുഹമ്മദ്, മുൻ സെക്രട്ടറി ശ്രീശൻ നടുക്കണ്ടി തുടങ്ങിയവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് PR നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് MV സയ്യിദ് മുഹമ്മദിന്റെ ഫോട്ടോ മുൻ മേയർ CJ റോബിനും മുൻ സെക്രട്ടറി ശ്രീശൻ നടുക്കണ്ടിയുടെ ഫോട്ടോ E പ്രേംകുമാറും അനാച്ഛാദനം ചെയ്തു. K. സുബൈർ, മുൻ മേയർ പി കുട്ടിക്കൃഷ്ണൻ നായരെ അനുസ്മരിച്ചു. കലാസെക്രട്ടറി K. വിജയരാഘവൻ, അഡ്വക്കേറ്റ് KP അശോക് കുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടലേ, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനവുമായി ലെൻസ് ഫെഡ് ബിൽഡ് എക്സ്പോ 2016. 100ഓളം സ്റ്റാളുകൾ ക്രമീകരിച്ചൊരുക്കുന്ന പ്രദർശനം ഒക്ടോബർ 7, 8, 9 തീയതികളിൽ ബീച്ച് മറൈൻ ഗ്രൌണ്ടിലാണ് നടക്കുക. ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 7, 8, 9 തീയതികളിൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ വെച്ച് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനം ബിൽഡ് എക്സ്പോ 2016 നടക്കും. 100ഓളം സ്റ്റാളുകൾ ക്രമീകരിച്ചുകൊണ്ട് പ്രമുഖ കമ്പനികളുടെ വൈവിധ്യമാർന്ന കെട്ടിട നിർമ്മാണ സംബന്ധമായ ഉൽപ്പന്നങ്ങളും ഫുഡ് കോർട്ടും പ്രദർശനത്തിൽ സജ്ജീകരിക്കും. ചിലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്കിണങ്ങുന്നതുമായ നിർമ്മാണ ശൈലിയെ പരിചയപ്പെടുത്തുക എന്നതാണ് എക്സിബിഷന്റെ പ്രധാന ഉദ്ദേശം. അതോടൊപ്പം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സെമിനാറുകളും ബിൽഡിംഗ് റൂളും വിഷയമാക്കിയുള്ള ക്ലാസ്, ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവസാന വർഷ സിവിൽ എഞ്ചിനീയറിംഗ് നൽകുന്നതിനായി സാങ്കേതിക വിദ്യാർത്ഥി സംഗമവും നടത്തും. നിർമ്മാണ മേഖലയിലെ കരാറുകാരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അവരുടെ തൊഴിൽ നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് നല്ല നിർമ്മാണ രീതി എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിക്കും. ലെൻസ്ഫെഡ് മെമ്പർമാരിൽ തൊഴിൽപരമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികൾക്ക് ലെൻസ്ഫെഡ് പുരസ്കാരം 2016 പ്രദർശനത്തോടൊപ്പം തന്നെ നൽകും. 3 ദിവസത്തെ പ്രദർശനത്തിന്റെ ഉദ്ഘാടന കർമ്മം MK രാഘവൻ MP നിർവഹിക്കും. മന്ത്രിമാരായ ഡോക്ടർ KT ജലീൽ, AK ശശീന്ദ്രൻ എന്നിവരും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, ആർക്കിടെക്ട് പത്മശ്രീ ശങ്കർ, എഞ്ചിനീയർ മധുസൂദനൻ, ഡോക്ടർ TP സോമസുന്ദരം തുടങ്ങിയവരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആലാപന മാധുര്യത്തിന് കോഴിക്കോടിന്റെ ആദരം. സംഗീത ലോകത്ത് 30 വർഷം പൂർത്തിയാക്കിയ കോഴിക്കോട് റഹ്മത്തിനെയാണ് ആതിഥേയ സംഘം ആദരിച്ചത്. കോഴിക്കോട് ആതിഥേയ സംഘം ഒരുക്കിയ ലതാജി ആൻഡ് ജാനകി നൈറ്റിലാണ് ആലാപനത്തിന്റെ 30 വർഷം പൂർത്തിയാക്കിയ കോഴിക്കോട് റഹ്മത്തിനെ ആദരിച്ചത്. എക്കാലത്തെയും ഹിറ്റുകളായ ലതാജിയും ജാനകിയും പാടിയ ഗാനങ്ങളിലൂടെ റഹ്മത്ത് ടൗൺ ഹാളിലെ ആദരിക്കൽ ചടങ്ങ് ശ്രദ്ധേയമായി. റഹ്മത്ത് നയിച്ച വാനമ്പാടിയും പൂങ്കുയിലും എന്ന പേരിൽ ടൗൺ ഹാളിൽ നടന്ന സംഗീത സന്ധ്യയിലെ ഓരോ ഗാനത്തിനും
സദസ്സിന്റെ വലിയ കയ്യടിയാണ് ലഭിച്ചത്. ചടങ്ങിൽ ചലച്ചിത്രഗാന രചയിതാവ് ഷിബു ചക്രവർത്തി റഹ്മത്തിന് ഉപഹാരം നൽകി. കവി PK ഗോപി സംഗീത സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ആതിഥേയ സംഘം കൺവീനർ നൌഷാദ് അരീക്കോട്, ചലച്ചിത്ര പിന്നണി ഗായിക സിബല്ല സദാനന്ദൻ, സതീശൻ, അജയ് ഗോപാൽ, വിൽസൺ സാമുവൽ, TP നസീർ, ഷേർലി എന്നിവർ സംസാരിച്ചു. MWA, യൂഗ്, ഫാസ്കോ, കസാക്കോ, സേവക് ബാലജന സംഘം, മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ, ആശ, സർഗ, വനിത, കാരക്കുന്നുമ്മൽ കലന്തൻകുഞ്ഞി കുടുംബ കമ്മിറ്റി, പത്തായപ്പറമ്പിൽ കുടുംബ കമ്മിറ്റി എന്നിവരും ചടങ്ങിൽ റഹ്മത്തിനെ ആദരിച്ചു. ലതാജി ആലപിച്ച തുംഹീൻ മേരി മന്ദിർ എന്ന ഗാനമായിരുന്നു സംഗീത സന്ധ്യയിലെ ആദ്യ ഗാനം. തുടർന്ന് ജാനകി പാടിയ സ്വർണ്ണമുഖിലെ, കൺമണിയെ, മഞ്ഞണി പൂനിലാവ്, ഉണരൂ വേഗം തുടങ്ങി 12 ഗാനങ്ങളാണ് സംഗീത സന്ധ്യയിൽ റഹ്മത്ത് ആലപിച്ചത്. നഗരത്തിന്റെ ജനകീയ പാട്ടു സദസ്സുകളിൽ നിത്യ സാന്നിധ്യമായിരുന്ന റഹ്മത്ത് കോയമ്പത്തൂർ, മല്ലിശ്ശേരി, തൃശൂർ, കലാസദനം എന്നീ ട്രൂപ്പുകളിൽ ഗായിക എന്ന നിലയിൽ മധ്യ കേരളത്തിലും കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ സംഘത്തോടൊപ്പം വടക്കൻ മലബാറിലും പേരെടുത്തിട്ടുണ്ട്. ജയചന്ദ്രൻ, G വേണുഗോപാൽ, സുജാത, മിൻമിനി, VM കുട്ടി, എരഞ്ഞോളി മൂസ, പീർ മുഹമ്മദ് എന്നിവരോടൊപ്പം വിവിധ വേദികളിൽ ഗാനമാലപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ICSE നോർത്ത് സോൺ കലോത്സവം ഇഗ്സോ ഫെസ്റ്റ് 2016 ഒക്ടോബർ 7 സെന്റ് ജോസഫ് ജൂനിയർ ICSE സ്കൂളിൽ നടക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കാലത്ത് 9 മണിക്ക് ഇനോഗ്രേഷൻ ഉണ്ടാകും. അതിനു മുമ്പ് 7 മണിക്ക് 7:30 മുതൽ 9 രജിസ്ട്രേഷൻ ഉണ്ടാകും. അപ്പോൾ 9 മണിക്ക് തുടങ്ങിയ വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനത്തോടെ അവസാനിച്ചു പോകും. കേരള ICSE നോർത്ത് സോൺ കലോത്സവം ഒക്ടോബർ 7 കോഴിക്കോട്ട് നടക്കും. സെന്റ് ജോസഫ് ജൂനിയർ ICSE സ്കൂളിലാണ് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ICSE വിദ്യാലയങ്ങളിലെ കുട്ടികൾ മാറ്റുരയ്ക്കുന്നത്. 2 വിഭാഗങ്ങളിലായി 600ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. ടാഗോർ സെന്റിനറി ഹാളിന് മുൻവശമുള്ള സെന്റ് ജോസഫ് ജൂനിയർ ICSE സ്കൂളിൽ 6 വേദികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 9 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ 5 മണിയോടെ സമാപിക്കും. പ്രധാന വേദിയിൽ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങ് ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രിൻസിപ്പൽ ഫാദർ സേവ്യർ വലിയകം, PTA പ്രസിഡന്റ് റംസി ഇസ്മായിൽ തുടങ്ങിയവർ പറഞ്ഞു. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ PM നാരായണൻ രചിച്ച സ്വാതന്ത്ര്യം എന്ന ശാപം എന്ന ലേഖന സമാഹാരത്തിന്റെ ചർച്ച നടന്നു. MN കാരശ്ശേരി വിഷയാവതരണം നടത്തി. 2016 ഒക്ടോബറിലെ സാഹിത്യ സമീക്ഷയിൽ PM നാരായണൻ രചിച്ച് കേരള ബുക്ക് ട്രസ്റ്റ് പ്രസാദനം ചെയ്ത സ്വാതന്ത്ര്യം എന്ന ശാപം എന്ന ലേഖന സമാഹാരമാണ് ചർച്ച ചെയ്തത്. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചർച്ചയിൽ MM കാരശ്ശേരി വിഷയാവതരണം നടത്തി. MM സജീന്ദ്രൻ, Dr. KM അനിൽ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. P. വത്സല അധ്യക്ഷത വഹിച്ചു. കരമസു ബ്രദേഴ്സ് എന്ന നോവൽ ഉണ്ടാകുന്നത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ്. അപ്പൊ അന്നത്തെ ലോക രാഷ്ട്രീയ അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീടുള്ള പൊളിറ്റിക്കൽ ചിന്തകളെല്ലാം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് PM നാരായണൻ മറുപടി പ്രസംഗവും നടത്തി. PP ശ്രീധരനുണ്ണി, കാസിം വാടാനപ്പള്ളി, KS വെങ്കിടാചലം, EP ജ്യോതി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗൾഫ് മേഖലയിലെ ആതുര സേവന രംഗത്തെ ജനകീയ സ്ഥാപനമായ ഷിഫ അൽ ജസീറ പോളിക്ലിനിക് അൽ ഖുവൈറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ Dr. KT റബിയുള്ളയും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും സംബന്ധിച്ചു. ഗൾഫ് മേഖലയിലെ ആതുര സേവന രംഗത്തെ ജനകീയ സ്ഥാപനമായ ഷിഫ അൽ ജസീറ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ ഒമാനിൽ ആരംഭിക്കുന്ന പ്രഥമ സംരംഭം അൽ ഖുവൈറിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ Dr. KT റബിയുള്ള പങ്കെടുത്തു. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ലഭ്യമായ അതിനൂതന സംവിധാനങ്ങൾ പരിമിതമായ നിരക്കുകളിൽ ഉപഭോക്താക്കൾക്ക് പുതിയ പോളിക്ലിനിക്കിൽ ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മേഖലയിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ആരോഗ്യരംഗത്തെ സജീവ സാന്നിധ്യമായ ഷിഫ അൽ ജസീറയുടെ വരവ് മലയാളികൾ അടക്കമുള്ളവർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വിദേശികൾക്കും സ്വദേശികൾക്കും മികച്ച പരിചരണം എത്തിക്കുക എന്നതാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടിലും ഗൾഫിലുമായി നടന്നുവരുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 30 ദിവസം സൗജന്യ വൈദ്യപരിശോധനയും ഷിഫ കാർഡ് ഉടമകൾക്ക് ചികിത്സയിൽ 50% കിഴിവ് നൽകുമെന്ന് ഷിഫ അൽ ജസീറ മാനേജ്മെന്റ് അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാശ്രയ മാനേജ്മെന്റുകളിൽ നിന്നും കോഴ വാങ്ങിയാണ് സർക്കാർ ഒത്തുകളിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ.
BJP സംസ്ഥാന കൌൺസിൽ യോഗം കോഴിക്കോട്ട്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം അനിശ്ചിതത്വത്തിൽ, പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. ശമ്പളം ലഭിക്കാത്തതിനെതിരെ സമരവുമായി KSRTC തൊഴിലാളികൾ. KSRTC ഡിപ്പോയിൽ ജീവനക്കാരുടെ ഉപവാസം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.